എല്ലാ പൊതുപ്രവർത്തകർക്കും ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതം ഒരു പാഠപുസ്തകമാണെന്നും കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഞാൻ ഒരു കാര്യം ഉറപ്പു നൽകുന്നു, കോൺഗ്രസിന്റെ DC പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പാനൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ ഇന്നലകളിൽ ബാങ്കിനുണ്ടായ അപചയങ്ങളിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്ക് അധികാരം തന്നു നിങ്ങൾ വീണ്ടും, പക്ഷേ ഫലപ്രദമായി 100% ഫലപ്രദമായി ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ഈ കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിച്ചാൽ അടുത്ത 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ബാങ്കിനുണ്ടായ നഷ്ടപ്രതാപം വീണ്ടെടുക്കുവാൻ, പാവപ്പെട്ട സഹകാരികളെ സഹായിക്കുവാൻ ഈ ബോർഡ് പ്രാപ്തമാണ് എന്ന് DCC പ്രസിഡന്റ് എന്ന നിലയിൽ സർട്ടിഫൈ ചെയ്യാൻ ഞാൻ. കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമുളയ്ക്കൽ കൈപ്പള്ളി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണവും ഉമ്മൻചാണ്ടി മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കോൺഗ്രസ് ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സാർ പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നല്ല, പൊതുപ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണ്. എങ്ങനെയൊക്കെയാണ് ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ ഇടപെടേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ച പാഠം നമുക്കെപ്പോഴും കൂട്ടായി ഉണ്ടാകണം എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിന്റെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, DCC സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ്, അമ്മിണി രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ, സക്കീർ ഹുസൈൻ, കടയിൽ ബാബു, അഡ്വക്കേറ്റ് T. സജീവൻ, M. ബുഹാരി, സാമുവൽ തോമസ്, പ്രസാദ് കൊടിയാട്ട്, അന്ന എബ്രഹാം, വത്സല തങ്കച്ചൻ, ദിവ്യ സുമൻ, വേണു മടവൂർ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് CG വർഗീസിനെ ആദരിച്ചു. മഹത്തായ പാരമ്പര്യമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിന്റെ നേതാവായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഐക്യരാഷ്ട്രസഭ പോലും ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവാർഡ് നൽകി ആദരിച്ച അദ്ദേഹത്തിന്റെ അസാന്നിധ്യവും അദ്ദേഹത്തിന്റെ നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ള നമ്മുടെ തോന്നലും വല്ലാത്ത വിഷമമാണ്. ആ വിഷമം നമുക്ക് ഇതുവരെ അതിൽ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലാണ് അദ്ദേഹം നമ്മളെ കേരളത്തിലെ ജനങ്ങളെ സ്നേഹിച്ചത്, കേരളത്തിലെ ജനങ്ങളോടൊപ്പം കഴിഞ്ഞത്. തീർച്ചയായും ആ നേതാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, KC എബ്രഹാം, SJ പ്രേംരാജ്, വിളയിൽ കുഞ്ഞുമോൻ, ഷാനവാസ് പുത്തൻവീട്ടിൽ, ഷാജഹാൻ തൊള്ളൂർ, ആൽഫി നിരപ്പിൽ, ഹരികൃഷ്ണ, ഇന്ദിരാദേവി, ബിന്ദു ഭാസ്കർ, ജോളി റജി തുണ്ടയത്ത് എന്നിവരെ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായി DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിച്ചു. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് UDF പോസ്റ്റർ NK പ്രേമചന്ദ്രൻ MP പ്രകാശനം ചെയ്തു. 11 സ്ഥാനാർത്ഥികളാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഈ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ. ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന UDFനെ പ്രതിനിധീകരിക്കുന്ന ഉത്തരവാദപ്പെട്ട പ്രതിനിധി എന്ന നിലയിൽ വളരെ കൃത്യമായി ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ അഴിമതി വിമുക്തമായി സുതാര്യതയോടുകൂടി ധനസംബന്ധമായ ഇടപാടുകൾ നടത്താൻ 100% ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് വളരെ ചുറുചുറുക്കോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനക്ഷമതയുള്ള റിപ്പോർട്ടർ ചന്തു, ഏരൂർ.
പുനലൂരിന്റെ പൊൻതിളക്കം അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽ-അമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.